ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു മറൈൻ എക്സ്പോനാണ്. പെരുമ്പാവൂർ വെച്ചിട്ടാണ് സംഭവം. അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ടാഗ് ചെയ്തേക്കാം. അത് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും വേഗം കയറി കണ്ടിട്ട് എങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാം. 150 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉള്ള പാലക്കാട്ട് താഴെ മൈതാനിയിലാണ് ഈ എക്സ്പോ നടക്കുന്നത്. ഈ കാണുന്നതാണ് ടൈമിങ്സ്. മാർച്ച് 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം സാറിന്റെ ഒരു ലൈഫിന്റെ ഒരു വലിയൊരു വിഷ്വൽ ഡെപ്പിക്ഷൻ ആണ്. അദ്ദേഹത്തെ ഓണർ ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് ആർട്ട് രൂപത്തിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു സെൽഫി പോയിന്റും ഉണ്ട്. പിന്നെ വേൾഡ് ഓഫ് മെഡഗാസ്കർ എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെയും വെച്ചിട്ട് റോബോട്ടിക് സംവിധാനത്തിലൂടെ കുറച്ച് ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഏരിയ. എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഏരിയയാണ്. ഐ ലൈക്ക് ടു മൂവ് ഇറ്റ് എന്നുള്ള പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടാവും. എന്തായാലും ഇവൻ മാമോത്തിനെ വരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്തു. ഇത് കഴിഞ്ഞാൽ ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഡിസ്പ്ലേ ആണ്. ബ്ലാക്ക് ക്യാപ്പ് ലോറി, റെഡ് ലോറി, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ്, ഫെററ്റ്, ഇതിനെയൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. ഓൾമോസ്റ്റ് എല്ലാ ബേർഡ്സ് ആനിമൽസും ടൈംഡാണ്. ഗാല കോക്കറ്റു, സൾഫർ ക്രസ്റ്റഡ് കോക്കറ്റു, വേറെ തരം കുറേ കോക്കറ്റൂസും നമ്മുടെ കോങ്കോ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈം മാറിപ്പോയി. അവർ നല്ല ഉറക്കമായിരുന്നു. എല്ലാവരും ഒരു ഡ്രീം ബേർഡാണ് നമ്മുടെ മെക്കാവ് തന്നെ താരം. ഭയങ്കര ഇൻട്രാക്റ്റീവും ഭയങ്കര പ്ലേഫുള്ളും ആയിരുന്നു. പിന്നെ ഒരുപാട് കൊണിയോസ് ഉണ്ടായിരുന്നു. യൂഷ്വലി കാണുന്ന കൊണിയോസ് അല്ലാതെ ബ്ലാക്ക് ക്യാപ്പ്, പേളി, ക്രിംസൺ ബെല്ലി, ഒരു കൊണിയോർ വരെ ഉണ്ടായിരുന്നു. പിന്നെ പലതരം പല നിറങ്ങളിലുള്ള ഇഗ്വാനാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടാതെ ഇഷ്ടം പോലെ ചെറിയ ബേർഡ്സ് ആയിട്ടുള്ള ജാവ, ഫിഞ്ചസ്, ഡയമണ്ട് ഡവ്, ലവ് ബേർഡ്സ് ഒക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. ഇതിനുശേഷം മറ്റൊരു താരത്തെ പരിചയപ്പെട്ടു. ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു. ഈ ബ്രീഡിന്റെ പേരെന്താ പറയണമെന്ന് എനിക്കറിയില്ല. പോക്കറ്റ് മങ്കി എന്നാന്ന് തോന്നുന്നു. എന്തായാലും ഇത് കൂടാതെ പോസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെറൈറ്റി കൊണിയോസിനെ കണ്ട്. ഇതിന്റെ ഒന്നും പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ സൺചി കൊണിയൂർ, ക്രിംസൺ ബെല്ലീഡ്, പിന്നെ ഒരു കുന്നോളം സൺ കൊണിയൂർ. ഇത് കണ്ടാൽ നിങ്ങൾ കൊതിയാവും. അത്രയും പ്ലേഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ആയിരുന്നു. കൊണിയോസിൽ തന്നെ ഏറ്റവും സ്നേഹം കാണിക്കുന്ന ഒരു ബ്രീഡാണ് സൺ കൊണിയൂർ. ഭയങ്കര ലൗഡും ആണ്. എനിക്കും അനുഭവിക്കും ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും അടുത്തൊരു താരത്തെ പരിചയപ്പെട്ടു, ഓസ്ട്രിച്ച്. എന്താ ആക്റ്റീവ് ആയിരുന്നു അറിയാമോ? എല്ലാവരും ഇവിടെ ഒന്ന് അമ്പരന്ന് നോക്കിയിരിക്കണായിരുന്നു. ആളുടെ പെരുമാറ്റവും വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണശൈലിയൊക്കെ കണ്ടിട്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൾക്കാരൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര പേടിയൊന്നുമില്ല, നല്ല രീതിയിൽ എല്ലാവരുടെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു താറാവിനെ കണ്ടു. തലയിൽ തൊപ്പിയിട്ട് ഇരിക്കുന്ന താറാവ്. അതൊരു വെറൈറ്റി അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ മുയലും ഉണ്ടായിരുന്നു, പെസൻസും ഉണ്ടായിരുന്നു, പല നിറം പല സൈസിലോട്ടോ. പിന്നെ എവിടെ പോയാലും ഒരാൾ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു നമ്മുടെ മെക്കാവിടെ ബഹളം കാരണം ഒന്നുകൊണ്ട് കോക്കറ്റു പതിയെ എഴുന്നേറ്റു. എന്തായാലും ഞങ്ങൾ കുറേ നേരം ഇവരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ മെയിൻ അട്രാക്ഷനിലേക്ക് കാലെടുത്ത് വെച്ചു കേട്ടോ. ഈ ഏരിയ കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഭവം നമുക്ക് വേറൊരു വ്യൂ ഒന്ന് നമുക്ക് കാണാൻ പറ്റും. ആ വ്യൂ കാണിച്ചു തരുന്ന മുന്നേ ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് എനിക്ക് വളരെയധികം തൃപ്തികരമായിട്ട് തോന്നി. ഈ മീനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്മോൾ ടു ബിഗ് എന്ന് പറഞ്ഞ സൈസസിലാണ്. അതായത് ചെറിയ മീനുകൾ തൊട്ട് മോൺസ്റ്റർ ഫിഷ് എന്നുള്ള ഓർഡറിൽ ചെയ്തിട്ടുണ്ട്. അത് നിയോടെട്രയുടെ ഈ ഏരിയയൊക്കെ ഭയങ്കര ലുക്കായിരുന്നു. ഇതിന് ശേഷമാണ് ടണൽ വരുന്നത്. ടണൽ എനിക്ക് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ നേരിട്ട് പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കമ്പമുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്കിത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് എനിക്ക് എളുപ്പത്തിൽ അറിയാൻ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ മീനുകളെയും കിളികളെയും വളർത്തുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ ആ ഒരു കംപ്ലീറ്റ് സമീപനം പോലും എനിക്ക് കൺവിൻസിങ് ആയിരുന്നു. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. പിന്നെ മോൺസ്റ്റർ ഫിഷസിൻ്റെ ഏരിയയിലേക്ക് എത്തണേ മുന്നേ തന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് മീനുകളൊക്കെ ഉള്ള നല്ല വലിയ സക്കറുകൾ, പിന്നെ കുറേ ആൽബിനോ ക്യാറ്റ്ഫിഷ്, നോർമൽ ക്യാറ്റ്ഫിഷ്, അല്ലാത്ത ആൽബിനോ ഷാർക്ക്, അങ്ങനെ ഒരുപാട് മീനുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ഓസ്കാറൊക്കെ നിറം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അതുകൂടാണ്ട് മോൺസ്റ്റർ ഫിഷിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അരായപ്പൈമ, വാലിഗേറ്റർ കാറ്, അറവണ ഉൾപ്പെടെ വലിയ മോൺസ്റ്റർ ഫിഷസ് ഉണ്ടായിരുന്നു. വെള്ളം വളരെ ക്ലിയർ ആയതുകൊണ്ട് ടണലിൻ്റെ പുറമെയുള്ള ആൾക്കാരെ വരെ കാണാൻ പറ്റുമായിരുന്നു. ഇത് വിഷ്വലി കാണുന്നേക്കാളും നിങ്ങൾ നേരിട്ട് പോയി കാണണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പിള്ളേർക്കും പ്രായമുള്ളവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇത് കൂടാതെ കുറേ സോൾട്ട് വാട്ടർ ഫിഷസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലയൺ ഫിഷ്, സ്റ്റാർ ഫിഷ്, പഫർ ഫിഷ്, അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി മീനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റോളാണ്. അതിന് ശേഷം പിന്നെ എക്സിബിഷൻ ഏരിയയാണ്. എക്സിബിഷൻ ഏരിയയിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഫേർണിച്ചർ ഉൾപ്പെടെ ഒരുപാട് നിങ്ങൾക്ക് സ്റ്റോൾസ് കാണാൻ പറ്റും. ഞങ്ങൾ എല്ലാ സ്റ്റോളുകളും കയറി പതിയെ ഇറങ്ങി നടന്നു. പിന്നെ അനുപയ്ക്ക് ഇഷ്ടമുള്ള കുറേ തരം സ്റ്റോളുകളുണ്ട്. ലേഡീസ് ടൈപ്പ് സ്റ്റോളുകളുണ്ട്, പിള്ളേർക്ക് പറ്റിയ സ്റ്റോളുകളുണ്ട്. അനുപ പിന്നെ കമ്മലിൻ്റെ സെക്ഷനിൽ പോയാൽ പിന്നെ കുറേ നേരം എടുക്കും വരാൻ. ഈ സ്റ്റോൾസിലൂടെ കയറി ഇറങ്ങിയാണെന്നപ്പോഴേക്കും നമുക്ക് കുറേ നാളിൽ തപ്പി ഇടുന്നൊരു സാധനം നമുക്ക് കിട്ടി. ഇതാണ് ആ സംഭവം. ഇത് ഒരു ഹോട്ട് വാട്ടർ ബാഗാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, എസ്പെഷ്യലി ഫോർ ലേഡീസ്.
അത് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറേ കടകൾ നോക്കി ഇറങ്ങി നടന്നു. അച്ചാറിൻ്റെ ഇതൊക്കെ കണ്ട് കൊതിയിട്ടു, മൊബൈൽ കവറൊക്കെ നോക്കി നടന്നു. അങ്ങനെ കുറേ നടന്ന് അവസാനം ഞങ്ങൾ നമ്മുടെ മെയിൻ സ്ഥലമായ ഫുഡ് കോർട്ടിലെത്തി. ഒരുപാട് തരം ഫുഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വയർ ഓൾറെഡി നിറഞ്ഞിരിക്കണമായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ട്. വയർ നിറഞ്ഞിരുന്നുകൊണ്ട് ഫുഡൊന്നും അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ നല്ല റിഫ്രഷ്ഡായി. അതിനുശേഷം ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി. അവിടെ ടോയ്ലറ്റ്സും അവൈലബിൾ ആണ്, ലേഡീസ് ആൻഡ് ജെൻസ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. പിന്നെ നമ്മളവിടെ ഉള്ള കുറേ റൈഡുകൾ കണ്ടു. ഞങ്ങൾക്ക് തീരെ സമയമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ റൈഡിലൊന്നും കയറിയില്ല. പക്ഷേ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് വന്നാൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇവരുടെ ടൈമിംഗ് വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 9 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് സുഖമായിട്ട് വരാൻ പറ്റും. അപ്പോൾ എന്തായാലും വന്ന് എൻജോയ് ചെയ്യുക. എന്നിട്ട് അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുൾ സംഭവം കണ്ടു തീർത്ത്. എനിക്ക് ഇത് എത്ര ഇഷ്ടമെന്ന് നമ്മളെ തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. എൻ്റെ വീട്ടിൽ എന്തോരം കിഴികളുണ്ട്, മീനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഒരു രക്ഷ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും. അപ്പോൾ നിനക്കും തോന്നുന്നു? എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സംഭവം. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിഷസ് എല്ലാം ഭയങ്കര വിസിബിൾ ആയിരുന്നു, നല്ല നീറ്റായിരുന്നു. അക്വേറിയംസ് എല്ലാം ഭയങ്കര നീറ്റായിരുന്നു. പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് പൊതുവെ എക്സിബിഷൻസിലൊക്കെ പോകുമ്പോഴേക്കും കുറച്ച് നീറ്റ്നെസ് കുറവായിരിക്കും. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഫിൽറ്ററിംഗ് സിസ്റ്റം അടിപൊളിയാണ്, മെയിൻ്റനൻസ് സൂപ്പറാണ്. അതുപോലെ എ സി ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം ഞങ്ങൾ ദുബായി പോയപ്പോഴും നമ്മൾ മലേഷ്യ പോയപ്പോൾ തായ്ലൻഡ് പോയി എല്ലായിടത്തും അണ്ടർ വാട്ടർ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പോലെ തന്നെ എ സിയിലാണ് ഇവിടെ ചെയ്തിരിക്കണം. ഇതൊരു ടെമ്പററി സെറ്റപ്പാണ്, നിങ്ങൾ ആലോചിക്കണം. അത് പെർമനൻറ്റുമാണ്. ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇത് മാർച്ച് 10th വരെയാണ് ഇവിടെ ഈ സംഭവം ഉള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അഭിപ്രായം നിങ്ങൾ വന്നു നിന്നാലും കാണുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഞാനും, കാരണം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. കണ്ണിലൊക്കെ അടിപൊളിയാണ്. ഫിഷസൊക്കെ നല്ല നല്ല ഭംഗി എല്ലാത്തിനും കാണാൻ. ബേർഡ്സിൻ്റെ സെക്ഷനിൽ ചെന്നാലും ഞങ്ങൾ ചെന്ന ടൈം ആയതുകൊണ്ടാണ്, അത് നിങ്ങൾ ഉറക്കമായ ഒരു ടൈമാണ്. പക്ഷേ ഉണർന്നു വന്ന ശേഷം നല്ല ആക്റ്റീവാണ്. മെക്കാവ് നല്ല ഒച്ചയായിരുന്നു കേട്ടോ അതിന്. പിന്നെ ഈവൻ ഓസ്ട്രിച്ച് ആണെങ്കിലും ഓസ്ട്രിച്ച് ഭയങ്കര ആക്റ്റീവ്, ഒരു രക്ഷയില്ല. നല്ല രസമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ആസ് എ പെറ്റ് ലവർ ഞങ്ങൾ രണ്ടുപേരും കട്ടൊക്കെ ഹാപ്പിയാണ്. ഞങ്ങൾ ഇവിടുന്ന് കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ എന്തായാലും വന്ന് എത്രയും പെട്ടെന്ന് വരിക. മാർച്ച് 10 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാം. ഐ ഹൈലി റെക്കമെൻഡ്. ബൈ.